കൂട്ടുകാരെ, ഇത് നമുക്ക് ഉച്ചയ്ക്ക് വയറ് നിറയെ ചോറുണ്ണാൻ ഒരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു 6-7 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് നമുക്ക് നന്നായി വഴന്നു കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ സെയിം പാനിലോട്ട് തന്നെ ഒരു 10-12 വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതും മറ്റൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ വറ്റൽമുളകും അതുപോലെ വെളുത്തുള്ളിയും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ചേർക്കണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കറിവേപ്പില ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് പഴംപുളിയാണ്. പഴംപുളി നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചതയ്ക്കുന്ന കല്ലിലോട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ വറ്റൽ മുളകും പിന്നെ കുരു കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള പഴംപുളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് നല്ല സ്മൂത്തായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ചതയ്ക്കുന്ന കല്ലില്ല അല്ലെങ്കിൽ അമ്മിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നന്നായി അരയൂല, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. മിക്സിയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ ഇത് നമ്മൾ കല്ലിൽ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം, ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മുളകൊക്കെ നന്നായിട്ട് ചതഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചമ്മന്തി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറിനാനായിട്ട്. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട്. ഒരുപാട് എരിവില്ല എന്നാൽ ഒത്തിരി പുളിയില്ലാത്ത ഒരു രീതിയിലുള്ള ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി അതിന് മുകളിൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.